1 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മേയർ ഇവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാക്കി അതിനെ മാറ്റണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇച്ചിരി ലേറ്റ് ആണ്. ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന ഗെയിമുകളൊന്നും എല്ലാം ഒന്നും നമുക്ക് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് വന്നവരെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് 1-2 ഗെയിമൊക്കെ തുടങ്ങി പതുക്കെ നമുക്കൊന്ന് വാമപ്പ് ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിപാടികൾ ശരിക്കും എല്ലാം വളരെ ലൈനിലായിരിക്കും. ഒരു പ്രത്യേക കാര്യം ആദ്യമേ തന്നെ തുടക്കത്തിൽ സ്നേഹപൂർവ്വം എല്ലാവരോടും പറയുകയാണ്. നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് സിറ്റിസൺ ആയിരിക്കുന്ന മേയർ ഇവിടെ എത്തുകയാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സൗഹാർദ്ദപൂർവം ഒറ്റ മനസ്സോടുകൂടി ഒറ്റ ഹൃദയത്തോടുകൂടി പ്രവർത്തിച്ച് കാണിച്ച് നമ്മുടെ ആ ശക്തി അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം മേയറെയൊക്കെ അറിയിച്ച് ഈ നല്ല ദിവസത്തിൽ, പൊന്നോണ ദിവസത്തിൽ നമ്മൾ അതിനുള്ളൊരു തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിലുള്ള ചെറിയ സ്വാർത്ഥതയുടേതായ തലങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. ഇതിവിടെ സ്റ്റേജിൽ നിൽക്കുന്ന ഇതിന്റെ ഭാരവാഹികൾ മാത്രം ഉദ്ദേശിച്ചാൽ മാത്രം ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ സമയത്ത് യഥാവിധത്തിൽ ഭംഗിയായി നാം ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അത് സഹകരണത്തിന്റെ 2 മേഖലകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ഒന്ന്, കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വി ആർ ലിവിംഗ് ഇൻ UK and you know the discipline, the value of discipline, and we can't do anything without discipline. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോടൊപ്പം പേരൻസിനോടൊപ്പം, പ്രത്യേകിച്ച് ഒരു 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പേരൻസിനോടൊപ്പം തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. അതുപോലെ തന്നെ അമ്മമാരും ഒന്ന് ശ്രദ്ധിക്കണം.